നല്ലൊരു ഞായറാഴ്ചയായിട്ട് കുറച്ച് കാടയൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്യാന്ന് വെച്ചു. അതുകൊണ്ട് ഈ അടിപൊളി സ്പോട്ട് വിറകൊക്കെ പറക്കി പിള്ളേരെയും കൂട്ടി നമ്മളതേ സ്പോട്ടിലേക്ക് എത്തി. ചെന്നപ്പോ തന്നെ അടുപ്പിനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് സ്ഥലവും വൃത്തിയാക്കി കല്ലും പറക്കി വെച്ച് ആ ചീഞ്ചട്ടി അങ്ങ് വെച്ചു. പിന്നെ പൊടിപടലങ്ങളായ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് മസിലെടുത്താൻ കൊടുക്കും. കാട മാരിനേറ്റ് ആയിട്ടിട്ട് നമ്മളിത് അടുപ്പ് കത്തിക്കാനുള്ള പരിപാടിക്ക് പോയി. തലേദിവസം കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് അടുപ്പ് കത്താൻ കുറച്ച് പാടാറുണ്ട്. പക്ഷെ നമ്മൾ കത്തിച്ചെടുത്തു. നല്ല തിളച്ച എണ്ണയിലേക്ക് ആ മസാലയൊക്കെ പെരട്ടി വെച്ച കാട എടുത്തിട്ട് ഒരു പൊരി അങ്ങ് പൊരി. അടുപ്പത്തേക്ക് ഇട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പിന്റെ വിളിയൊക്കെ വന്നു. പിന്നെ നമ്മൾ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്ന് ആ തിളച്ച് കിടക്കുന്ന എണ്ണയെന്ന കാടയും കൂടി. പിന്നെ കുറച്ച് അലങ്കാരപ്പണികൾക്കുള്ള സാധനവും പൊരിച്ച് ഇലയും വെട്ടിയിട്ട് ആ പാറപ്പുറത്തേക്ക് ഇലയും വിരിച്ച് പത്തിരിയും കിട്ടും. ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഫുഡ് ഉണ്ടാക്കി വട്ടം കൂടി ഇരുന്ന് കഴിക്കണതിന്റെ ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, കാട ഡബിൾ ഉഷാറായിരുന്നു. പിന്നെ പാത്രം കഴുകി വെച്ച് വണ്ടിയുടെ പവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറക്കി. വണ്ടിയും കഴുകി സൺഡേ അങ്ങ് ഫണ്ടേ ആയി. അപ്പൊ എല്ലാവരും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.